നമ്മൾ ഇന്ന് മുതൽ BSc മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സുകൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ് 3rd സെമസ്റ്ററിലെ കാൽക്കുലസ് ഓഫ് മൾട്ടി വേരിയബിളിലെ ലൈൻ ഇൻ സ്പേസ് അല്ലെങ്കിൽ ലൈൻസ് ആൻഡ് പ്ലെയിൻസ് ഇൻ സ്പേസ് എന്ന ടോപ്പിക്കാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാം അടുപ്പിച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപേ അല്ലെങ്കിൽ ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു റീനു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രണ്ടാണെന്ന് വിചാരിക്കാം. ഹൂ ഈസ് റീനു എന്ന് ചോദിച്ചാൽ റീനുവിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറയാം BSc മാത്സിലെ 2nd ഇയറിലെ ഇന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ ഇന്ന കോളേജിലെ ഇന്ന ക്ലാസ്സിലെ കുട്ടിയാണെന്ന് പറഞ്ഞാൽ കുട്ടീനെ കറക്റ്റ് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ കുട്ടീനെ കണ്ട ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഈ സ്ട്രെയിറ്റ് ലൈൻ ആരാണ്, അല്ലെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈനിനെ നമ്മൾ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം എ ലൈൻ ഇൻ എ സ്പേസ്. ഒരു സ്പേസിലുള്ള ഒരു ലൈൻ. സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു 3 ഡയമെൻഷനാണ്. നമ്മളിപ്പോൾ ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ചതാണ്. ഇപ്പോൾ ഒരു XY, ഇവിടെ ഒരു Y ആക്സിസും X ആക്സിസും ഉണ്ട്. ഈ പ്ലെയിനിലുള്ളൊരു ലൈനിനെ നമ്മൾ ലൈനിനെ പ്ലെയിൻ എന്ന് പറയും. പക്ഷേ നമ്മുടെ ഈ ലൈനുള്ളത്, സ്ട്രെയിറ്റ് ലൈൻ ഉള്ളത് എവിടെയാണ്? പ്ലെയിനിലല്ല, മറിച്ച് ഒരു സ്പേസിലാണ്, ഒരു 3D സ്പേസിൽ. അവിടെ X ആക്സിസും ഉണ്ട്, Y ആക്സിസും ഉണ്ട്, എന്തുണ്ട്, Z ആക്സിസും ഉണ്ട്. ഓക്കെ, ഒരു പ്ലെയിനിലുള്ള ലൈൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കാര്യങ്ങൾ മതി. ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ലൈനിലൊരു പോയിൻ്റ് P0 വേണം, X0, Y0, Z0. ക്ലിയർ ആണല്ലോ? ഇനി ആ ലൈനിൻ്റെ ഡയറക്ഷൻ വേണം. ഡയറക്ഷൻ മീൻസ് സ്ലോപ്പ്. ഞാൻ ചോദിക്കട്ടെ, ഈ ലൈനിൻ്റെ ഡയറക്ഷൻ തന്നെ ആയിരിക്കൂലേ ഈ ലൈനിൻ്റെ പാരലായിട്ടുള്ളൊരു വെക്ടറിൻ്റെ ഡയറക്ഷനും? അതിൽ തർക്കമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ പാരലായിട്ടുള്ളൊരു വെക്ടർ എടുത്തു. വെക്ടർ V = AI + BJ + CK. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഈ ലൈനിലുള്ള വേറൊരു ആർബിട്രറി പോയിൻ്റ് ഞാൻ എടുത്തു, ഒരു P, X, Y, Z. വേറെ ഒരു ഇഷ്യൂസും ഇല്ലല്ലോ. ഇനി ഞാനിവിടെ ഈ P0 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെക്ടർ നമുക്ക് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ P0 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെക്ടർ ഞാൻ കാണുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? സ്ലോപ്പ് കാണുമ്പോൾ നമുക്കറിയാലോ, X - X0, Y - Y0, Z - Z0. ഈ P0 എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷനും ഈ വെക്ടറിൻ്റെ ഇവിടെയുള്ള ഈ വെക്ടറിൻ്റെ ഡയറക്ഷനും സെയിം അല്ലേ? അങ്ങനെയെങ്കിൽ ഈ P0 = സം സ്കേലാർ ഇൻറ്റു വെക്ടർ V എന്ന് പറഞ്ഞൂടെ? സം T ഇൻറ്റു വെക്ടർ V. ഈ T എന്ന് പറയുന്നത് എന്തായിരിക്കും? റിയൽ നമ്പർ ആയിരിക്കും. ഈ T എന്ന് കൊടുക്കാൻ കാരണം എന്താ? P0 നമ്മൾ ഈ ഒരു പോയിൻ്റ് എടുത്തു, P ഒരു ആർബിട്രറി പോയിൻ്റ് എടുത്തു. ഈ P വേരി ചെയ്യുന്നതിനനുസരിച്ച് എന്ത് വേരി ചെയ്യും? നമ്മളെ സ്കേലാറായ Tയും വാരി ചെയ്യും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണല്ലോ. നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ മൈൻഡിൽ ഓർമ്മയിൽ നിൽക്കുള്ളൂ. P0 = സം T ഇൻറ്റു B എന്ന് ഞാൻ എഴുതി. P0 എന്ന് പറഞ്ഞാൽ എന്താ? X - X0, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. X - X0, Y - Y0, Z - Z0 = സം T ഇൻറ്റു ഈ വെക്ടറിലെ നമ്മൾ ആ കോഎഫിഷ്യൻസ് ആരൊക്കെയാണ്? A, B, C അല്ലേ? ഞാൻ എന്ത് ചെയ്തു? T ഇൻറ്റു A, B, C. ഇത് രണ്ടും ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞത്? ഇവർ സെയിം ആവണമെങ്കിൽ ഇവരെ ഫസ്റ്റ് കോർഡിനേറ്റ് സെയിം ആവണ്ടേ, സെക്കൻഡ് കോർഡിനേറ്റും സെയിം ആവണ്ടേ, തേർഡ് കോർഡിനേറ്റും സെയിം ആവണം. അങ്ങനെയെങ്കിൽ X - X0 = സം A ടൈംസ് ഓഫ് T എന്ന് പറഞ്ഞൂടെ? ഓക്കെ. Y - Y0 = സം B ടൈംസ് ഓഫ് T എന്ന് പറഞ്ഞൂടെ? Z - Z0 സം C ടൈംസ് ഓഫ് T എന്നും പറയാലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ റെഡിയാണല്ലോ. ഇതിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുകയാണ്.
എക്സ് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എ ടി, വൈ ഈസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ബി ടി, സെഡ് ഈസ് ഈക്വൽ ടു സെഡ് നോട്ട് പ്ലസ് ബി ടി. ഈ ഇക്വേഷൻ വന്നത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഈ ഇക്വേഷനെയാണ് നമ്മൾ പറയുക പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനാണ്. അപ്പം ഇവിടെ ഉള്ള കോൺസെപ്റ്റ് എന്താണ്? നമ്മൾ ആദ്യം ഒരു ലൈൻ എടുത്തു. ഈ ലൈനിലൊരു പോയിൻ്റാണ് പി നോട്ട്, എക്സ് നോട്ട്, വൈ നോട്ട്, സെഡ് നോട്ട്. വേറൊരു ആർബിട്രറി പോയിൻ്റ് എടുത്ു പി എക്സ് വൈ സെഡ്. ഈ ലൈനിന് പാരലായിട്ടൊരു വെക്ടർ ഉണ്ട്. അപ്പം ആ വെക്ടർ എന്ന് പറഞ്ഞാൽ എ ഐ പ്ലസ് പി ജെ പ്ലസ് സി കെ ആണ്. ഈ ലൈനിലെ വെക്ടർ നമ്മൾ പി നോട്ട് കാണുന്ന സമയത്ത് എക്സ് മൈനസ് എക്സ് നോട്ട്, വൈ മൈനസ് വൈ നോട്ട്, സെഡ് മൈനസ് സെഡ് നോട്ട് കോയിഫിഷ്യൻസ് അവർ മൂന്നാൾക്കാർ. രണ്ട് വെക്ടർ പാരലാണെങ്കിൽ അവർ കൊലീനിയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സം സ്കേലാർ മൾട്ടിപ്പിൾ ആയിരിക്കും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ വെക്ടർ പി നോട്ട് ഈസ് ഈക്വൽ ടു സം സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് വെക്ടർ വി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഈ ടി എന്ന് പറയുന്നത് സം സ്കേലാറാണ്, ഇറ്റ്സ് ഇൻ ദ റിയൽ നമ്പർ. പി നോട്ട് എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻസ് ആയിരിക്കുക എക്സ് മൈനസ് എക്സ് നോട്ട്, വൈ മൈനസ് വൈ നോട്ട്, സെഡ് മൈനസ് സെഡ് നോട്ട് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു എ ബി സി. എ എന്ന് പറഞ്ഞാൽ ഈ വെക്ടറിൻ്റെ കോയിഫിഷ്യൻസ് ആണ്, ഐ ജെ കെൻ്റെ കമ്പോണൻസ്. സോ എക്സ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു സം എ ടൈംസ് ഓഫ് ടി, വൈ മൈനസ് വൈ നോട്ട് ഈക്വൽ ടു സം ബി ടൈംസ് ഓഫ് ടി, ആൻഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈസ് ഈക്വൽ ടു സം ടി സി ടൈംസ് ഓഫ് ടി. ഈ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എ ടി, വൈ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ബി ടി, സെഡ് ഈസ് ഈക്വൽ ടു സെഡ് നോട്ട് പ്ലസ് ബി ടി. ഇതാണ് നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യം. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സ്റ്റാൻഡേർഡ് പാരാമീറ്ററൈസേഷൻ ഓഫ് ദ ലൈൻ ത്രൂ ദ പോയിന്റ് പി നോട്ട്, എക്സ് നോട്ട്, വൈ നോട്ട്, സെഡ് നോട്ട് പാരലൽ ടു ദ വെക്ടർ എ ഐ ബി ജെ സി കെ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ. ഇത് പല കുട്ടികളും ബൈഹാർട്ട് പഠിച്ച് വെക്കാറാണ്. ഒരിക്കലും ആ രീതിയിൽ ബൈഹാർട്ട് പഠിച്ച് വെക്കരുത്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പറഞ്ഞുതരാം. നമുക്കറിയാം എക്സ് മൈനസ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു എ ടി എന്ന് നമുക്കറിയാം. ഈ ടി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എ എന്ന് എഴുതാലോ. ഓക്കെ, ഇനി വൈ മൈനസ് വൈ നോട്ട് ഈക്വൽ ടു ബി ടി എന്നുള്ളത്. ഇവിടെയും ടി ഈസ് ഈക്വൽ ടു വൈ മൈനസ് വൈ നോട്ട് ബൈ ബി എന്ന് എഴുതാലോ. ഓക്കെ, അതുപോലെ തന്നെ ടി ഈസ് ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് നോട്ട് ബൈ സി എന്ന് എഴുതാലോ. അപ്പം ടിക്ക് 3 വാല്യൂസ് കിട്ടിയില്ലേ? അങ്ങനെയെങ്കിൽ എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എ ഈക്വൽ ടു വൈ മൈനസ് വൈ നോട്ട് ബൈ ബി ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് നോട്ട് ബൈ സി ഈസ് ഈക്വൽ ടു ടി. ടി 3 വാല്യൂ ആണ്, നമുക്ക് ഈക്വൽ ആയിട്ട് എഴുതാലോ. ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് നമ്മൾ സിമെട്രിക് ഇക്വേഷൻ ഓർ കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഈ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഇത് വേറെ എന്തോ ഒരു കാര്യമല്ല. നമ്മൾ ഈ കിട്ടിയ സെയിം പാരാമെട്രിക് ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുമ്പോൾ വരുന്നതാണ് എന്ത്? സിമെട്രിക് ഇക്വേഷൻ ഓർ കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. ഫൈൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് -2, 0, 4 ആൻഡ് പാരലൽ ടു ദ വെക്റ്റർ 2i + 4j - 2k. അതായത് നമുക്കിവിടെ ഒരു പോയിൻ്റ് വരച്ച് നോക്കാം. ഒരു പോയിൻ്റ് ഉണ്ട് ഇവിടെ. പാസിംഗ് ത്രൂ ദ പോയിൻ്റ് ഒരു പി എടുത്തു, -2, 0, 4. പി നോട്ട് എന്ന് പറഞ്ഞ പോയിൻ്റാണ്. ഇത് പാരലായിട്ടുള്ള വെക്ടർ ആരാ? വി ഈസ് ഈക്വൽ ടു 2i + 4j -2k. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കണ്ടത്? എക്സ് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എ ടി, വൈ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ബി ടി, സെഡ് ഈസ് ഈക്വൽ ടു സെഡ് നോട്ട് പ്ലസ് സി ടി. ഈ രീതിയിൽ എഴുതി കൊടുക്കാനാണ് പറഞ്ഞത്. ഇവിടെ പി നോട്ട്, എക്സ് നോട്ട്, വൈ നോട്ട്, സെഡ് നോട്ട് ഇവർക്ക് പകരം ഇവിടെ ആരാ ഉള്ളത്? പി നോട്ട് എന്ന് പറയുന്നത് -2ഉം 0ഉം 4ഉം. ഇനി വെക്റ്റർ വി ഈക്വൽ ടു എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെക്ക് പകരം ഇവിടെ ആരാ ഉള്ളത്? 2i +
4j മൈനസ് 2k അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ബി സി എന്ന് പറയുന്നതിന് പകരം നമുക്ക് 2 4 -2 ഇത്രയും കാര്യങ്ങൾ റെഡിയായല്ലോ. ഇവനെയും കിട്ടി, ഇവരെയും കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എ ടി രീതിയിൽ എഴുതിയാലോ? നമുക്ക് എഴുതി നോക്കാം. എക്സ് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് എന്താണ് ഇവിടെ? എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ -2 പ്ലസ് എ ടി. എ എന്താണ്? 2t. വൈ ഈസ് ഈക്വൽ ടു വൈ നോട്ട് എന്താണ്? 0. ഇപ്പോൾ എഴുതണ്ട. ബി എന്താണ് ഇവിടെ? 4t. സെഡ് ഈസ് ഈക്വൽ ടു സെഡ് നോട്ട് പ്ലസ് സി ടി. സെഡ് നോട്ട് എന്താണ് ഇവിടെ? 4 ആണ്. അപ്പോൾ 4. സി എന്ന് പറയുന്നത് -2 ആണ്. -2t. എക്സ് ഈസ് ഈക്വൽ ടു ഇതാണ് ഈ ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫൈൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻ ഫോർ ദ ലൈൻ ത്രൂ ദ പോയിൻറ്റ് -2 0 4 പാരലൽ ടു വെക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഇനി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഒന്നുമില്ല, നമ്മൾ പഠിച്ചിട്ടുള്ള ഈ പാരാമെട്രിക് ഇക്വേഷൻ ഉണ്ടല്ലോ, ഇവരെ രൂപത്തിൽ എഴുതി വെച്ചാൽ മതി. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യുക ക്ലിയർ ആണെന്ന്. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഫൈൻഡ് പാരാമെട്രിക് ഇക്വേഷൻസ് ഫോർ ദ ലൈൻ ത്രൂ പോയിൻറ്റ് P -3 2 -3 ആൻഡ് അനദർ പോയിൻറ്റ് Q 1 -1 4. ഇവിടെ നമുക്ക് വെക്റ്റർ തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ എന്താണ്, ഒരു ലൈനിലുള്ള 2 പോയിൻ്റ് തന്നിട്ടുണ്ട്. ആ 2 പോയിൻ്റ് തന്നാൽ നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്. ഈ 2 പോയിൻ്റിൻ്റെ വെക്റ്റർ കണ്ടാൽ നമുക്ക് ഡയറക്ഷൻ കിട്ടുമല്ലോ. നമുക്കിതെങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് നോക്കി നോക്കാം. ഞാനിവിടെ ഒരു ലൈൻ നമുക്ക് ജസ്റ്റ് റഫായിട്ട് വരയ്ക്കാം. റഫ് ഫിഗറാണ്. ഇവിടെ പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. ഈ പി എന്ന് പറഞ്ഞ പോയിൻ്റിൽ ആരൊക്കെയാണ്? -3 2 -3. ഇവിടെ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. 1 -1 4. നമ്മൾക്ക് ആദ്യം ഇതിൻ്റെ ഡയറക്ഷൻ കാണാം, അല്ലെങ്കിൽ ആ വെക്റ്റർ കാണണം. ഞാനിവിടെ പി ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെക്റ്റർ കാണാൻ പോവുകയാണ്. ഈ പി ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം, ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തത് ഓർമ്മയില്ലേ? അതായത് ഇവിടെ പി പോയിൻ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് പി നോട്ട് പോയിൻ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ടും പി എക്സ് വൈ സെഡും ആണെങ്കിൽ നമ്മൾ എക്സ് മൈനസ് എക്സ് നോട്ട് വൈ മൈനസ് വൈ നോട്ട് സെഡ് മൈനസ് സെഡ് നോട്ട്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ഈ കേസിൽ എന്ത് ചെയ്യാം? ഇവിടെ 1 -3i പ്ലസ് ഇവിടെ പി -1 -2j പ്ലസ് ഇവിടെ ആരാ? 4 -3k. ഇത്രയും ഓക്കെ ആണല്ലോ. 1 -3 1 + 3 = 4i പ്ലസ് -1 -2 -3j പ്ലസ് 4 -3 പ്ലസ് 7k = 4i -3j പ്ലസ് 7k. നമുക്ക് ഡയറക്ഷനിലുള്ള വെക്ടർ കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ എയും ബിയും സിയും ഇവർ 3 ആൾക്കാരുമാണ്. നമ്മുടെ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിൻറ്റ്സ് നമുക്ക് ഏതാ എടുക്കുന്നത്? ഏത് വഴി എടുക്കാം? ഞാൻ ഇവിടെ തൽക്കാലം പിയിലുള്ള പോയിൻറ്റ്സ് എടുത്തു. -3 2 -3. അപ്പോൾ നമ്മളെങ്ങനെയാണ് പാരാമെട്രിക് ഇക്വേഷൻ എഴുതുക? എക്സ് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് -3 പ്ലസ് AT 4t. വൈ ഈസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് 2 പ്ലസ് BT എന്ന് പറഞ്ഞാൽ -3t. ഇനി Z ഈസ് ഈക്വൽ ടു Z നോട്ട് പ്ലസ് CT. Z നോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ -3 -3 പ്ലസ് C 7t. ഇതാണ് എന്ത് പറയുന്നത്? പാരാമെട്രിക് ഇക്വേഷൻ. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം, ഇവിടെ പി ആണ് ഞാൻ പി നോട്ടാക്കി എടുത്തത്. ഒരു ക്യൂ എടുത്തിരുന്നെങ്കിൽ അതും ശരിയാണ്. നിങ്ങൾ ക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ വരുന്നത്? നമുക്ക് വേറൊരു പാരാമെട്രൈസേഷനാണ് കിട്ടുക. അവിടെ ടീൻ്റെ വാല്യൂ മാറുന്നേ ഉള്ളൂ.
ഓക്കെ, ഈ ലൈൻ 2 പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ടല്ലോ. ഈ 2 ക്വസ്റ്റ്യൻസ് റെഡി ആയല്ലോ. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ വെക്ടർ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഇനി ഈ ക്ലാസ് കണ്ടവർ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഇതിൻ്റെ ആൻസർ നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും പറയുന്നുണ്ടാവുക. ഇതൊരു ഹോംവർക്ക് പോലെ, ഒരു അസൈൻമെൻറ്റ് പോലെ. ഇതിൻ്റെ ആൻസർ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഈ 15 മിനിറ്റ് ജസ്റ്റ് ഇതൊരു ബേസ് കാര്യമാണ് പറഞ്ഞത്. ഇതില്ലാതെ നിങ്ങൾ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ പേപ്പർ പഠിച്ചിട്ടൊരു കാര്യമില്ല. സോ ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ലൈക്കൊന്നും ചെയ്യേണ്ട, കമൻറ്റ് ചെയ്താൽ മതി. എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് എത്രത്തോളം ഇത് കൺസെപ്റ്റ് ക്ലിയർ ആവുന്നുണ്ട്. സോ വി ക്യാൻ സീ ഇൻ അനദർ വീഡിയോ. Bye.